വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ, സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ, ആത്മാവിലുള്ള കൂട്ടായ്മയോ, എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഓർമ്മിക്കുക, വിനീത മനസ്സുള്ളയാൾ എപ്പോഴും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതും. ഓരോരുത്തരും വിനയത്തോടെ തന്റെ അയൽക്കാരനെ തന്നേക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നമുക്കുമുണ്ടാവണം. പരിശുദ്ധ കന്യകാമറിയത്തെ വലിയവളാക്കി തീർത്തതും ഈ മനോഭാവമാണ്. വിനയമുള്ള മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലിയെന്ന് സങ്കീർത്തകനും ഓർമ്മിപ്പിക്കുന്നു. ചെറിയവരാകാൻ മനസ്സില്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. എല്ലാവരും വലിയവരാകാനുള്ള തത്രപ്പാടിലാണ്. ചെറുതാകലിലൂടെയുള്ള വലിപ്പം നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിലൂടെയും ജീവിതത്തിലൂടെയും നമ്മെ കാണിച്ചു തന്നുവെങ്കിലും അത് ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ശിശുവിനെ പോലെ സ്വയം വിനീതനാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവിന്റെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് അനേകരെ നിന്ദിച്ചും അവഗണിച്ചുമുള്ള നമ്മുടെ ഓട്ടം എങ്ങോട്ടെന്ന് ചിന്തിക്കുവാൻ ആരും ശ്രമിക്കുന്നില്ല. ഈ ജീവിതയാത്രയിൽ ഇവയെക്കുറിച്ച് ചിന്തിച്ച് ഒരുത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വന്നിടുമോ ഓ ദിവ്യകോദാശേ, എന്നുള്ളിൽ വാണിടുമോ. ഞാൻ പാപിയാണേ, ബലഹീനയെങ്കിലും എന്നിൽ വസിച്ചിടുമോ. പുതു സൃഷ്ടിയാക്കി
തിരിച്ചറിഞ്ഞ